ജസ്റ്റ് ഞാൻ ബോക്സ് എടുത്തു, ഞാൻ ടോപ്പിൽ പോയതിനു ശേഷം എന്ത് ചെയ്തു, ജസ്റ്റ് ബോക്സിൽ ഷേപ്പ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചു. ഇതല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഇതല്ല ഈ ഓപ്ഷൻ അല്ല നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് ആ ഓപ്ഷൻ ഓണാക്കിയിടാം. മോഡിഫൈക്കകത്ത് നോക്കുക, മോഡിഫൈക്കകത്തല്ല ക്രിയേറ്റിനകത്ത് പോളിഗൺ പ്രോപ്പർട്ടീസിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ബോക്സ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടാവും. ആറടിക്കുക, സ്കെയിൽ ചെയ്തു, ഇതിന്റെ വലിപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂയിലേക്ക് പോയിട്ട് ഓക്കെ, ഒരു വാതിലിന്റെ ഏകദേശം ഷേപ്പ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. അളവടിച്ചു കൊടുക്കുന്നതിന്റെ അളവടിച്ചു കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് ഇതാ ഇവിടെ വന്നു, ഇങ്ങനെ ഷേപ്പ് വന്നു. ഓക്കെ ആണ്. അതിനുശേഷം ഇത് ചെയ്യണം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചു. ഓബ്ജക്ട് മോഡിലാണ് നിൽക്കുന്നത്, വേറെ മോഡിലല്ല. ഫേസ് മോഡിലാണെങ്കിൽ ടെക്സ്റ്റ് മോഡിലാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഒബ്ജക്ട് മോഡിലേക്ക് വന്നു. ഒബ്ജക്ട് മോഡിലാണ് വരുന്നത്. ഒബ്ജക്ട് മോഡിൽ വന്നതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് രണ്ട് ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞെക്കി വിട്ടിട്ടില്ല രണ്ടിടത്തും. ഷിഫ്റ്റ് ആയാലും റൈറ്റ് ബട്ടൺ ആയാലും ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ട് ഓപ്ഷൻ ബോക്സിൽ പോയതിനു ശേഷം ഞാൻ ഇവിടെ മൾട്ടിപ്പിൾ ഓണാക്കി എടുത്തു. രണ്ടാകാം, രണ്ട് കൊടുത്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് രണ്ട് പീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 6, ഓക്കെ, 6 അടിച്ചു. ജസ്റ്റ് 6 അടിച്ചിട്ട് ഈ സൈഡിലേക്കുള്ള ആരോമാണ് റെഡാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ആണ് എനിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ റെഡ് പിടിച്ചിട്ട് ജസ്റ്റ് രണ്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒബ്ജക്ട് മോഡിലേക്ക് പോവുക. ജസ്റ്റ് ഒബ്ജക്ട് മോഡിലേക്ക് പോയതിനു ശേഷം ജി പ്രസ് ചെയ്യുന്നു. ചിലപ്പോൾ വർക്കാവും, അപ്പോൾ ചിലപ്പോൾ വർക്കായിട്ടില്ല. ഇവിടെ ജി വർക്കും എനിക്ക് ഇൻസേർട്ട് വരുന്നില്ല. അതുകൊണ്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. ജസ്റ്റ് ഇൻസേർട്ടിൽ ഒന്നും എടുക്കുക, ക്ലിക്ക് ചെയ്യുക, 6 അടിക്കുക, മെയിനിലേക്ക് വെക്കുക. ഓക്കെ, ഇന്റർവെൽ വേണ്ടല്ലോ. ഇനിയിപ്പോ 5 മിനിറ്റ് ഇന്റർവെൽ വേണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് എടുക്കുവാണേ, അല്ലെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞ് 7 മിനിറ്റ് വരെ ഇന്റർവെൽ എടുക്കാം. ജസ്റ്റ് ഇവിടെ വെച്ചതിന് ശേഷം ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യണ്ടേ, 4 സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഇൻസേർട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ 6 എടുത്തിട്ട് നടുക്ക് പോർഷനിൽ, ഓക്കെ അല്ലേ? എത്രയും ഡൗട്ട് ഇല്ലാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കും ഓക്കെ. വീണ്ടും ഒന്നുകൂടെ എന്ത് ചെയ്യണം, ഒബ്ജക്ട് മോഡിലേക്ക് പോവുക, ജി പ്രസ് ചെയ്തിട്ട് നടുക്കടിക്കുക. ഇപ്പൊ ഞാൻ ജി അടിച്ച മുമ്പ് വന്നില്ലായിരുന്നു. 6 അടിച്ച്, അപ്പൊ ഇവിടെ നിന്നിട്ട് സെന്ററാണ്. മേളത്തെ പോർഷൻ എന്ത് ചെയ്യണം, ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ഇത് താത്തി നിർത്തിയാണ്. ഇത്രയും ഡൗട്ട് ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ, അതിനുശേഷം ഇതിന്റെ നടുക്ക് ഫേസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി. ജസ്റ്റ് ഇനി ഞാൻ ഫ്രണ്ട് വ്യൂ പോയി, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എളുപ്പമാണ്. ഇതിനായിട്ടാണ് ജസ്റ്റ് ഫ്രണ്ട് വ്യൂ പോയി ജസ്റ്റ് എന്ത് ചെയ്തു, ഇങ്ങനെ ഡ്രാഗ് ചെയ്യും, ഞെക്കി പിടിച്ച് ബാക്കിലേക്ക് വിടും. ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കാണാൻ പറ്റും. രണ്ട് സൈഡും സ്ഥലത്തായിട്ട് കിട്ടും. ജസ്റ്റ് ഫ്രണ്ട് വ്യൂ തന്നെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് 4 ഓട്ടോമാറ്റിക്കലി ഫേസ് കാണുന്നു. ഓക്കെ, 4 ഫേസും സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 8 ഫേസ്. ഓക്കെ, ഇവിടെ തൊട്ടാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ഞാൻ ഈ കൊടുത്തേക്കുന്ന ഈ തിക്നെസ്സിനെ ബേസ് ചെയ്താണ് ഉള്ളിലേക്ക് മാത്രം പോകണം. നിങ്ങൾ കുറച്ച് കൂടുതലാണെങ്കിൽ ഉള്ളിലേക്ക് പോകുന്ന അളവ് കൂടുതലായിരിക്കും, കുറവാണെങ്കിൽ കുറവായിരിക്കും. ഇത്രയും വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യണം,
എക്സ്ട്രൂഡ് എന്നൊരു ഓപ്ഷൻ എടുക്കുക. എക്സ്ട്രൂഡ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഓഫ്സെറ്റ് വാല്യൂ എടുക്കുക. ഇവിടുന്ന് 0.02 മൈനസ് വാല്യൂ ആണ്. ജസ്റ്റ് അല്ല, ഓഫ്സെറ്റ് വാല്യൂ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്നത്. ഇവിടെ ഞാൻ 0.2 ആണ് കൊടുത്തേക്കുന്നത്. 0.2 കൊടുത്ത് ഉള്ളിലേക്ക് എടുത്തു. ഓക്കെയാണ്. പ്ലസ് ആട്ടോ, മൈനസ് അല്ല, പ്ലസ് ആണ്. ഓക്കെ. അതിനുശേഷം തിക്നെസ് വാല്യൂ എന്ത് ചെയ്യണം? തിക്നെസ് വാല്യൂ ഇവിടുന്ന് മൈനസ് വാല്യൂ ആണ്, ഉള്ളിലേക്കാണ് ശരി. പ്ലസും ഉള്ളിലേക്ക് മൈനസും ആണ്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇവിടെ മൈനസ് ഞാനൊരു 0.2 ഇട്ട് കൊടുക്കുകയാണ്. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കറുപ്പ് വന്നിട്ടില്ല. ഓക്കെ. ഞാൻ ജസ്റ്റ് അവിടെ -0.3 ഇട്ട് കഴിഞ്ഞാൽ എന്തായി? ഫുൾ കറുപ്പുണ്ട്. അത്രയും ഉള്ളിലേക്ക് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് -0.4 അടിച്ചു കഴിഞ്ഞാൽ എന്തായി? കറുപ്പായി കടന്നുപോയി, ഓവർലാപ്പ് ചെയ്തു. ഓക്കെ. ഇവിടുത്തെ ഫേസ് അങ്ങോട്ടും അവിടുത്തെ ഫേസ് ഇങ്ങോട്ടും വന്നു. അതാണ് കറുപ്പ് വന്നിരിക്കുന്നത്. ഇത്രയും വേണ്ട, നമുക്കിത് ഇങ്ങനെ. ഓക്കെ. ഇങ്ങനെ വേണ്ടിട്ട് ജസ്റ്റ് 3 കൊടുക്കാം. ഞാൻ ഇവിടെ 2 എന്നുള്ള വാല്യൂ കൊടുക്കുന്നു. ഇപ്പത്തിന് വേണ്ടിയിട്ട് -0.2 എന്നുള്ള വാല്യൂ ഞാൻ കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ എന്തായി? ഈ സൈഡിൽ നിന്നുള്ള പൊഴിഞ്ഞ് ഉള്ളിലേക്ക് ചെരിഞ്ഞാണ് വന്നത്. ഇതുപോലെ ചെരിഞ്ഞ് ഇപ്പുറത്തേക്കൂടെ വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇത്രയും ചെയ്തതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രൂഡ് കൊടുക്കുക. ഒന്നുകൂടെ എക്സ്ട്രൂഡ് കൊടുത്തിട്ട് ഓഫ്സെറ്റ് വാല്യൂ 99 0.3 സെറ്റ് ചെയ്തു. ഓക്കെ. തിക്നെസ് വാല്യൂ ഇവിടെ പ്ലസ് വാല്യൂ ആണ്. നമ്മൾ മുമ്പ് കൊടുത്തത് മൈനസ് ആണ്. ഇനി തിരിച്ചു പോകുകയാണ്. അപ്പൊ പ്ലസ് വാല്യൂ ആണ്. തിരിച്ചു വാങ്ങുമ്പോൾ 2 സ്റ്റെപ്പായിട്ട് എന്ത് സംഭവിക്കണം? ഇവിടെ വാല്യൂ മുമ്പ് കൊടുത്തത് -2 ആണ്. ഇവിടെ +1 ആണ്. 0.1 ആണ്. ഓക്കെ. ഇപ്പൊ പ്ലസ് വാല്യൂ ആണ്, അതുകൊണ്ട് 0.1 കൊടുത്തു കഴിഞ്ഞാല് ഇവിടെ 0.1 കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പൊങ്ങി കണ്ടോ? എന്നാ അതിലൊപ്പം വന്നിട്ടുണ്ടോ? ഉള്ളായോ? ഇല്ല, ഉള്ളിലാണെങ്കിൽ വീണ്ടും ഒന്നുകൂടി എന്ത് ചെയ്യണം? വീണ്ടും ഒരു പ്രാവശ്യം ഇവിടുന്ന് ഒരു പ്രാവശ്യം എക്സ്ട്രൂഡ് കൊടുത്തിട്ട് തിക്നെസ് വാല്യൂ മാത്രം, ഇവിടെ ഓഫ്സെറ്റ് വാല്യൂ വേണ്ട, തിക്നെസ് വാല്യൂ മാത്രം 0.1. അപ്പോൾ ടോട്ടലായി നമ്മൾ മുമ്പ് കൊടുത്ത -2 താഴത്തേക്ക് പോയത് 2 1 ഇത്ര തിരിച്ച് ലെവലായി. ഇവിടെ നോക്കാം, ലെവലായിട്ട് നമുക്ക് ഈ സാധനം ഇവിടെ ഓക്കെയാണ്. ഓക്കെ അല്ലേ? 4 ഒരുമിച്ച് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വന്നു. ഇനി എന്ത് ചെയ്യണ്ടേ? ഇനി ഇവിടുത്തെ ഷേപ്പ് എന്താണ്? ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ജസ്റ്റ് ഒബ്ജക്ട് മോഡിലേക്ക് പോയി ജസ്റ്റ് ഇൻസേർട്ട് ഷിഫ്റ്റ് ഫോൾഡ് ചെയ്ത് പഠിച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ഓപ്ഷൻ വരും. ജസ്റ്റ് എടുക്കുക. അതിനും ഒബ്ജക്ട് മോഡിലേക്ക് പോയിട്ട് ഓർഡർ എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ആയിരിക്കും. ജസ്റ്റ് ഇൻസേർട്ട് എടുത്തു, ഇതിനുള്ളിൽ 2 കൊടുത്തു, ഇതിനുള്ളിൽ ഓക്കെ അല്ലേ? ജസ്റ്റ് വെർട്ടെക്സ് എടുക്കുക, ഇത്രയും വെർട്ടെക്സിനെ ഡ്രാഗ് ചെയ്തു. ഓക്കെ. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് മറുസൈഡും ഡ്രാഗ് ചെയ്തെടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടാണ് ഡ്രാഗ് ചെയ്തെടുക്കുന്നത്. താഴത്തേക്ക് ഓക്കെ അല്ലേ? രണ്ടാമത്തെ ഫേസ് എടുത്തു, ഡ്രാഗ് ചെയ്തെടുത്തു. ഈ ലെവലെല്ലാം പൊങ്ങിയാണ് നിൽക്കുന്നത്. ഈ ലെവൽ മാറ്റി അതിലേക്ക് വെച്ച് ഒബ്ജക്ട് മോഡിലേക്ക്. ഇപ്പൊ നമ്മുടെ ആ ഡിസൈനിന്റെ ഭാഗം എല്ലാം നോക്കാം. ഓക്കെ. ഇനി ഇൻസേർട്ട് ഇട്ട് കറക്റ്റാക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഓപ്ഷൻ. ഓക്കെ അല്ലേ? ഇനി ഇൻസേർട്ട് ഇടുമ്പോൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നോക്കുക. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവിടെ ഉരുണ്ട് പോകാതെ ഇങ്ങനെ ഉണ്ടാവും. അത് ഉരുണ്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ ജസ്റ്റ് ഇൻസേർട്ട് എടുത്തിട്ട് ഇവിടെ